ഹായ് ഫ്രണ്ട്സ്, പ്ലൂലെടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രാക്ടിക്കൽ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. തിയറി എക്സാമിൽ വിജയിച്ചവർക്ക് എല്ലാവർക്കും പ്രാക്ടിക്കൽ എക്സാമിന് പങ്കെടുക്കാം. പ്രാക്ടിക്കൽ എക്സാമിന് പങ്കെടുക്കുന്നവർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വയറ് കളർ കോഡിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജംഗ്ഷൻ ബോക്സ്, റൗണ്ട് ബ്ലോക്ക്, ഗ്യാം ബോക്സ്, 1 വേ സ്വിച്ച്, 2 വേ സ്വിച്ച്, ആംഗിൾ ബാറ്റൺ, കോണ്ടിയൂഡ് പൈപ്പ്, സ്ക്രൂ എന്നിവ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. വയറ് കളർ കോഡിൽ എടുത്തിട്ടില്ലെങ്കിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വയറ് കളർ കോഡിൽ തന്നെ എടുക്കുവാൻ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോഡൗൺ വയറിങ്ങിൻ്റെ ലേഔട്ടും അതുപോലെ തന്നെ കണ്ടീഷൻസുമാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലേഔട്ട് നോക്കുന്ന സമയത്ത് L1, L2, L3, S1, S2, S3 3 സ്വിച്ചും 3 ലൈറ്റും, അതുപോലെ തന്നെ AC പവർ സപ്ലൈയും ഇതായിരിക്കും കാണുന്നത്. കണ്ടീഷൻ നോക്കുന്ന സമയത്ത് S1 ഫസ്റ്റ് സ്വിച്ച് ഓൺ ആവണം. രണ്ടാമത്തെ സ്വിച്ച് S2 അതുപോലെ തന്നെ S3 ഓഫ് ആവുന്ന സമയത്ത് L1 ഫസ്റ്റ് ലൈറ്റ് ഓൺ ആവണം. S2 ഓണും S3 ഓഫും ഉള്ള സമയത്ത് L1 ഓഫ്, L2 ഓണ്. ഫസ്റ്റ് ലൈറ്റ് ഓഫും രണ്ടാമത്തെ ലൈറ്റ് ഓണും. S3 ഓൺ ആകുന്ന സമയത്ത്, മൂന്നാമത്തെ സ്വിച്ച് ഓൺ ആകുന്ന സമയത്ത് L1 ആൻഡ് L2 ഫസ്റ്റ് ലൈറ്റും സെക്കൻഡ് ലൈറ്റും ഓഫ് ആകും. L3 ഓൺ ആകും. S3 ഓഫ് ആകുമ്പോൾ മൂന്നാമത്തെ സ്വിച്ച് ഓഫായി നിൽക്കുന്ന സമയത്ത് L1 ആൻഡ് L3 ഫസ്റ്റ് ലൈറ്റും മൂന്നാമത്തെ ലൈറ്റും ഓഫ് ആകും. L2 രണ്ടാമത്തെ ലൈറ്റ് ഓൺ ആകും. S2 ഓഫ്, രണ്ടാമത്തെ സ്വിച്ച് ഓഫ് ആകുന്ന സമയത്ത് L2 ഓഫ് ആകും. L1 ഓൺ ആകും. രണ്ടാമത്തെ ലൈറ്റ് ഓഫ് ആവുകയും ഫസ്റ്റ് ലൈറ്റ് ഓൺ ആവുകയും ചെയ്യും. S1 ഓഫ് ആവുന്ന സമയത്ത് L1, L2 ആൻഡ് L3 ഓഫ്, 3 ലൈറ്റും ഓഫ് ആകും. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഇനി നമുക്ക് ലേഔട്ട് വരക്കുന്നത് നോക്കാം. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞു, ന്യൂട്രൽ വയർ അതുപോലെ തന്നെ വയർ കേബിൾ കൊണ്ടുപോകുന്ന സമയത്ത് കളർ കോഡിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇതിൽ വരച്ചത് കളറിലായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഇതാണ് നമ്മളെ ന്യൂട്രൽ ലിങ്ക്. ഇതുപോലെ തന്നെ വരക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ന്യൂട്രൽ ലിങ്ക് NL, ന്യൂട്രൽ ലിങ്ക് ഇതുപോലെ തന്നെ എഴുതി മനസ്സിലാവുന്ന രൂപത്തിൽ ചെയ്തു കൊടുക്കുക. ന്യൂട്രൽ ലൈന് നേരെ ലൈറ്റ് 1ൽ L1ൻ്റെ ഒരു ഭാഗത്ത് കണക്ട് ചെയ്തു. അതിൽ നിന്നും ന്യൂട്രൽ രണ്ടാമത്തെ ലൈറ്റിൽ കണക്ട് ചെയ്തു. രണ്ടാമത്തെ ലൈറ്റിൽ നിന്നും മൂന്നാമത്തെ ലൈറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ന്യൂട്രലിൻ്റെ ഭാഗം ഫുള്ളായിട്ടും കഴിഞ്ഞു. ഇനി നമുക്ക് ഫേസ് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഒരു ഫ്യൂസിൽ നിന്നും 1 വേ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്തേക്ക്, 1 വേ സ്വിച്ചിൻ്റെ താഴ് ഭാഗത്ത് നിന്നും 2 വേ സ്വിച്ചിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക്, 2 വേ സ്വിച്ചിൻ്റെ അടിഭാഗത്ത് നിന്നും മൂന്നാമത്തെ സ്വിച്ചിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഫസ്റ്റ് ലൈറ്റിൻ്റെ കണക്ഷൻ
2-വേ സ്വിച്ചിന്റെ മുകൾ ഭാഗത്ത് നിന്നും ലൈറ്റിന്റെ ഒരു ഭാഗത്തേക്ക് കണക്ട് ചെയ്യുക. മൂന്നാമത്തെ ലൈറ്റിൽ നിന്നും 2-വേ സ്വിച്ചിന്റെ അടിഭാഗത്തേക്ക് കണക്ട് ചെയ്യുക. ഇത് കളർ കോഡിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതേസമയം ഒരേ കളർ വയർ ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കളർ കോഡിൽ തന്നെ ഞാൻ വരച്ച് കാണിച്ചത്. നിങ്ങൾ ലേഔട്ട് വരക്കുന്ന സമയത്ത് എച്ച് ആകൃതിയിൽ വളരെ വൃത്തിയായി വരക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.